നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സിനിമാ രംഗവുമൊക്കെ എത്രമാത്രം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓരോ ദിവസവും തെളിയുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടൻ മുകേഷ് എന്ന് പറയുന്ന ഒരാളെ മുകേഷ് എന്ന് പറയുന്ന ഒരാളെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള സരിതയെ വീണ ജോർജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അവർ മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ ഏതാണ്ട് അരമണിക്കൂറിൽ ഒരു ഇൻ്റർവ്യൂ നടത്തി അവർ പുറത്തുവിട്ടിരുന്നു. ആ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ തന്നെ ഇയാൾ എത്രമാത്രം ഒരു അലവലാതിയാണെന്നുള്ളത് സരിത അതിനകത്ത് പറയുന്നുണ്ട്. വീട്ടിൽ മദ്യപിച്ചു വരികയും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ അടിക്കുകയും അതുകൂടാതെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ അവിടെ നിന്ന് വരികയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ യൂട്യൂബിലൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രസ്താവന. അതും നിങ്ങൾ അറിയേണ്ടത് PK ഗുരുദാസൻ എന്ന് പറയുന്ന 1 രൂപ പോലും കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്ന് ആരും തന്നെ ആരോപിക്കാത്ത ഒരു എക്സൈസ് മന്ത്രി ആയിരുന്നിട്ട് പോലും ഒരു കുപ്പി മദ്യം പോലും ഫ്രീ ആയിട്ട് വാങ്ങിക്കാത്ത അല്ലെങ്കിൽ മദ്യപിക്കാത്ത അത്തരത്തിലുള്ള PK ഗുരുദാസൻ എന്ന് പറയുന്ന ഒരാളെ മാറ്റിക്കൊണ്ടാണ് പ്രമുഖനായിട്ടുള്ള ഈ പറയുന്ന M മുകേഷ്, അദ്ദേഹത്തെ നമുക്കിപ്പോൾ മെഴുക് മുകേഷ് എന്ന് വിളിക്കാം, ആ മുകേഷിന് ശരിക്കുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കുന്നത് കൊല്ലത്ത്. അപ്പോൾ അതിനെതിരെ അന്ന് തന്നെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി അതൊക്കെ അടിച്ചൊതുക്കിക്കൊണ്ടാണ് സത്യത്തിൽ അവിടെ സീറ്റ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ CPM നാറാവുന്നതിലധികം നാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആ നാറ്റം പക്ഷെ സഹിക്കുന്നത് പൊതുജനങ്ങളും പാവപ്പെട്ട ഏറ്റവും ബ്രാഞ്ച് മുതലുള്ള CPMൻ്റെ അണികളുമൊക്കെ ആയതുകൊണ്ടിട്ട് ഈ വലിയ നേതാക്കന്മാർക്കൊന്നും ഇപ്പോഴും കുലുക്കമില്ല. അവർ M മുകേഷെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ട് പോലും വീണ്ടും അവരിപ്പോൾ വൈകിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇന്ന് മറ്റൊരാളാണ്. അദ്ദേഹം രഞ്ജിത്ത് എന്ന് പറയുന്ന സഖാവാണ്. അദ്ദേഹം കുറേ കൂടി ഒരു ബുദ്ധിജീവിയായിട്ടുള്ള സഖാവാണ്. ആ സഖാവ് 1975-76 മുതൽ തന്നെ SFIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വന്ന ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അത് ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി നടി, അവരവിടെ അറിയപ്പെടുന്ന ഒരു നടിയാണ് എന്ന് മാത്രമല്ല അവരവിടുത്തെ ഏറ്റവും വലിയ CPM ഒരു സഹയാത്രിക കൂടിയാണ്. അതായത് CPMനോട് അനുഭവമുള്ള ഒരു പാർട്ടി മെമ്പർ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ അവരെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുകയും ഇവിടെ വന്നപ്പോൾ രാവിലെ കണ്ട രഞ്ജിത്ത് കുഴപ്പമില്ലായിരുന്നു, രാത്രിയായപ്പോൾ രഞ്ജിത്തിൻ്റെ രീതികളൊക്കെ മാറുകയും ഇവരുടെ വളകളിൽ തലോടുകയും പിന്നീട് അത് തലോടൽ മാറി നേരെ മുടികളിലേക്കാവുകയും പിന്നെ മുടികളിൽ ഉടനെ തന്നെ കഴുത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ഇവരവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിരുന്നു. അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുകയോ പെണ്ണുകെട്ടികൾ മദ്യപിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, പിന്നെ എന്തുമാകാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ശങ്കർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു അസോസിയേറ്റ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു എന്ന് പിന്നെ തിരക്കഥാകൃത്താണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. സ്പിരിറ്റിൽ കനിഹയുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ശങ്കർ രാമകൃഷ്ണൻ. അപ്പോൾ ശങ്കർ രാമകൃഷ്ണനോട് ഇവർ ചൂടാവുകയും ഇവരവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു. ആ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന മഹാൻ രാജിവെച്ചു, നമുക്കറിയാമല്ലോ. അപ്പോൾ രാജിവെക്കുമ്പോൾ അദ്ദേഹം വെറുതെ അങ്ങോട്ട് രാജിവെച്ച് പോവുകയല്ല ചെയ്തത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ച് പോവുകയാണെങ്കിൽ മിണ്ടാതെ ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ച് പോയാലൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെ വെറുതെ രാജിവെച്ച് പോയില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം വീരസാഹസികനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം വെറുതെ അങ്ങോട്ട് നിസ്സാരമായിട്ട് രാജിവെക്കുന്ന അത്ര ഭംഗിയല്ല എന്നുള്ളത് വിചാരിച്ച് അദ്ദേഹം ഒരു മാസ് ഡയലോഗൊക്കെ ഇട്ടാണ് രാജിവെച്ചത്. ആ മാസ് ഡയലോഗ് ഞാൻ നിങ്ങളെ ഈ വീഡിയോൻ്റെ ബാക്കിൽ കേൾപ്പിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവർ പറഞ്ഞത് ഭാഗികമായി ശരിയാണ്, അതെനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി, എൻ്റെ വ്യക്തിപരമായി എനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി, അത് ഇത്ര എളുപ്പം പോകുന്നതല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് തന്നെ ഞാനിത് ഏതറ്റം വരെയും പോകും, ഇത് തെളിയുന്നൊരു ദിവസം വരും എന്നൊക്കെയാണ് അദ്ദേഹം വലിയ വാചകത്തിൽ വായിൽ ഡയലോഗ് ഇട്ട് ഘനഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ. അതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ട് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഒരു പോരാളികളെപ്പോലെ തന്നെ അദ്ദേഹത്തെ എതിർക്കാൻ തയ്യാറായെന്നും അങ്ങനെ CPMനെയും സ്വതവേ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരൊരു കാരണമാക്കുന്നുണ്ടെന്നും അത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണമാണ്, അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഇത് രാജിവെക്കുന്നു, പക്ഷേ ഇത് തെളിയുന്നൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ മാസ് ഡയലോഗ് കഴിച്ചാണ് അദ്ദേഹം അന്ന് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്.
അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യുവമോർച്ചക്കാർ മാർച്ച് നടത്തിയിരുന്നു. അതിന് മുമ്പ് അദ്ദേഹം വയനാട്ടിലുള്ള റിസോർട്ടിൽ ചെന്ന് താമസിച്ചിരുന്നു. ഇദ്ദേഹം എല്ലായിടത്തും തന്നെ ഒരു അഹങ്കാരിയോ ധിക്കാരിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതിന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അദ്ദേഹം ഒരു ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടിയിൽ, അതായത് അവാർഡ് ദാന ചടങ്ങിൽ തന്നെ ആളുകളൊക്കെ അദ്ദേഹത്തെ കൂവാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തതുമായ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ കൊണ്ട് ആളുകൾ കൂവിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, വയനാട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിനൊരു റിസോർട്ട് ഉണ്ടെന്നും ആ വയനാട്ടിലെ വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെയുള്ള പട്ടികൾ കുരക്കുമെന്നും, അങ്ങനെ പട്ടികൾ കുരക്കുമ്പോൾ അദ്ദേഹം അത് മൈൻഡ് ചെയ്യാറില്ല, കാരണം പട്ടികൾക്കറിയില്ലല്ലോ ഇദ്ദേഹമാണ് യജമാനൻ എന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ ഇദ്ദേഹം ശരിക്കും പട്ടികളുടെ അടുത്ത് എന്ന് പറയുമായിരിക്കും, ഞാനാണ് യഥാർത്ഥ മുതലാളി എന്ന് പറയുമായിരിക്കും. അതാണ് നമുക്ക് മോഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനൊക്കെ ശേഷം എന്തായാലും ഇദ്ദേഹം രാജിവെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ആരോപണം വന്നേക്കുന്നത് ഒരു യുവാവ് 10-21 വയസ്സിൽ ഇദ്ദേഹത്തിനെ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ എന്തോ സിനിമ എടുക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ കോഴിക്കോട് വെച്ചപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ച് കണ്ടു. കാരണം കാണാനൊക്കെ അത്യാവശ്യം സുമുഖനും സുന്ദരനുമായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഇദ്ദേഹം ഈ തിരക്കിനിടയിലും മറ്റേ നേരെ ഒരു സാധാരണ നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ നേരെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തുകൊണ്ട്, നീ എന്നെ വിളിക്കണം, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പയ്യൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് അവൻ വണ്ടറടിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും വലിയ ഇതിഹാസമായിട്ടുള്ള, നമ്മുടെ സജി ചെറിയാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിഹാസമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും സത്യത്തിനേക്കാളും ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരനായ ഒരു ചലച്ചിത്ര സംവിധായകനാണെന്നൊക്കെയാണ് നമ്മൾ സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. സജി ചെറിയാൻ്റെ വിവരത്തിനനുസരിച്ച് അതൊക്കെ തോന്നുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷെ അതിനുശേഷം ഈ പയ്യനെ തന്നെ വിളിച്ചിട്ട് ബാംഗ്ലൂർക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂർക്ക് വരാൻ പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ താജിലേക്കുമാണ് വരാൻ പറഞ്ഞത്. താജിലേക്ക് ഇവനെ 9 മണിക്ക് ശേഷം രാത്രി ചെന്നതുകൊണ്ട് ഇവനെ കടത്തിവിട്ടില്ല. അപ്പോൾ കടത്തിവിടാതിരുന്നപ്പോൾ ഈ രഞ്ജിത്ത് തന്നെ എത്ര മിടുക്കനായിരിക്കണം ഇയാളെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണുണ്ട്. ഇയാൾ തന്നെ ബാക്കിലൂടെ, അതായത് ഇയാൾ തന്നെ വേറെ വഴി പറഞ്ഞു കൊടുത്തു. അതായത് കോഫി ഷോപ്പിലൂടെ ചെന്ന് സ്റ്റെയർ കയറി ചെന്നാൽ 4ാമത്തെ ഫ്ലോറിലേക്ക് എത്താം. അപ്പോൾ ഇതെന്തായാലും ആദ്യമായിട്ടായിരിക്കില്ലല്ലോ. നമുക്ക് കാക്കക്കുയിൽ എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ സിനിമയിൽ മുകേഷ് എണ്ണയൊക്കെ ഇട്ട് എന്ന് പറയുന്നുണ്ട് മോഹൻലാലിനോട്, വാ നമുക്കതിൽ നിന്ന് മോഷ്ടിക്കാം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട്, നീ നമ്മളിത് മോഷ്ടിക്കാന്നുകൊണ്ട് നീ കുളിക്കാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ പറയുന്നു, അപ്പോൾ മുകേഷ് പറയുന്നൊരു വാചകം, അല്ലടാ ഞാൻ എണ്ണ മനപ്പൂർവ്വം ഇട്ടേക്കണതാണ്, കാരണം അല്ലെങ്കിൽ പിടിച്ചാൽ ഇത് വഴുതി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, അത് ശരി, അപ്പോൾ നീ ഇത് ആദ്യമായിട്ടല്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഈ സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മയായിട്ട്, എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രംഗം എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ രംഗം പോലെ തന്നെ ഇത് പുള്ളി ആദ്യമായിട്ടല്ല, അതുകൊണ്ട് പുള്ളിക്ക് ഊടുവഴിയൊക്കെ അറിയാം. പുള്ളി നേരെ ബാക്കിലൂടെയുള്ള വഴിയിലൂടെ കയറി വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മറ്റേ ഹൊറിബിളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവനോട് മുഴുവൻ ഡ്രസ്സുകളെല്ലാം ഊരിക്കളയാൻ പറഞ്ഞു, ഇവനെ നെയ്ക്കഡായിട്ട് കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ കണ്ണുകളിൽ കൺമഷിയൊക്കെ തേച്ചു. എന്നിട്ട് പുള്ളി ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് നടി ഏതാണെന്ന് നമുക്കറിയില്ല. രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ പയ്യൻ മാധ്യമങ്ങളിൽ തന്നെ, വിഷ്വൽ മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. രേവതി എന്ന് പറയുന്നത് ഏത് നടിയാണ്? ആ നടി അവിടെ തന്നെ അന്ന് താജിൽ തന്നെ ഉണ്ടായിരുന്നു, രേവതി അടക്കം എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ നടിമാരും നടന്മാരും ഒക്കെ ഏത് തരത്തിലുള്ളവരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുന്നത്, ഇത് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആ രേവതി തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഒരുപാട് കാലം താമസിച്ചിട്ടുള്ള വളരെ പ്രമുഖയായിട്ടുള്ള WCCയിലൊക്കെ ഉള്ള ഒരു നടിയുണ്ട്. ആ നടികയിൽ ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട് എന്ന് കൂടിയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ കാണാം. പിന്നെ അത് അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താണെങ്കിലും വേറൊരുത്തൻ്റെ നഗ്നചിത്രം എടുത്ത് സ്വന്തം കാമുകിക്ക് അയച്ചു കൊടുക്കുന്ന ഗംഭീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ ആരോപണമായിട്ട് വന്നിട്ടുള്ളത്. ഈ രഞ്ജിത്തിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആർ ഉണ്ണി തിരക്കഥ എഴുതിയിട്ടുള്ളൊരു സിനിമയുണ്ട്. അദ്ദേഹം ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ലീല എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ഞാൻ ആ ലീല കാണാൻ വേണ്ടി പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എന്നോട് അന്ന് എൻ്റെ ഓഫീസിലൊരു മാനേജർ, അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ എന്നാണ്, രാഹുൽ എന്നോട് പറഞ്ഞു, സാറേ അത് ഫാമിലി ആയിട്ടാണ് സാറ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോയി കാണണ്ട, കാരണം അത് ആനയുടെ പുറത്തിരുന്ന് ബന്ധപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു കഥയാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളൊക്കെയുള്ള ഭയങ്കരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഇനി അത് ആറുണ്ണി എഴുതിയതാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് അത് സിനിമയാക്കാൻ തോന്നണമെങ്കിൽ ആ കഥയോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്ടം തോന്നിയ ആളുകളാണ്. ഞാനിതൊക്കെ വിശദമായി നിങ്ങളോട് പറയാൻ കാരണം, ഈ
ആറാം തമ്പുരാനായും അതുപോലെ തന്നെ മറ്റേ പല വിധത്തിലുള്ള നന്മകൾ വിളമ്പുന്ന കഥാപാത്രമായുമൊക്കെ ഈ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ തിരക്കഥ എഴുതുകയും അതിനുശേഷം അവർ സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന സിനിമകളിലൊക്കെ ആളുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ മര്യാദക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഒരാണിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് ചെന്നുപെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കണം. പലപ്പോഴും നമ്മളിപ്പോൾ ചില ആളുകളുടെ ചില യുവജ നടൻ്റെയൊക്കെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട്. ആരോപണം വരുമ്പോൾ പോലും ചില കമൻറ്റുകളൊക്കെ ഇതിൻ്റെ താഴെ കാണാം. ഇത്ര വലിയ ദാരിദ്ര്യമാണോ, ഇവരെ കയറി ഉപദ്രവിക്കാനാണോ ഈ യുവതാരത്തിന്, അവന് വേറെ ആളെ കിട്ടൂല എന്നൊക്കെയുള്ള കമൻ്റൊക്കെ കാണാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യം. ഇവരോടൊക്കെ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ സംസാരിച്ചാൽ ആരും ഇവരോട് സഹകരിക്കാൻ തയ്യാറാവില്ല. ഇവരോടൊരു ഇഷ്ടവും തോന്നൂല, സ്നേഹവും തോന്നൂല. അത്രമാത്രം ഭൂലോക വൃത്തികെട്ട ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് പുറമെ ഒരു വലിയ ജാടയും വലിയ അവതരണവും ഒക്കെ നടത്തും. ആ അവതരണമൊക്കെ കേട്ട് നിങ്ങൾ ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് കൂടി ഇതിനകത്ത് ചാടിയാൽ നിങ്ങളത് കേൾക്കണം. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത്ര ഗംഭീരമായിട്ടൊക്കെ ഇവർ സംസാരിക്കുകയും ഇവരുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് ബാംഗ്ലൂർ ഒരു താജ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് കടത്തിവിടാഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലൂടെ ഇവനെ വിളിച്ചു കയറ്റുകയും എന്നിട്ട് രാത്രി മുഴുവൻ ഇവനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം രാവിലെ ഇവർക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം ഇവൻ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ട് നിൽക്കുകയാണ്. ഇവർ മദ്യപിക്കാത്ത ഇവനെ നിർബന്ധിച്ച് മദ്യം കൊടുക്കുന്നു. എന്നിട്ട് ഇവനെ മറ്റു പല സെക്ഷലി ഇവനെ അബ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേറൊരാളാകുന്നു. എത്ര പണം വേണമെന്നാണ് ചോദിക്കുന്നത്. ഇവനൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇതിനെല്ലാം തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഒരാണിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ സ്വന്തം കാമുകയായിട്ടുള്ള ഒരു നടിക്ക് ഈ ഇവൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന ആളുകൾ ഏത് തരത്തിൽപ്പെട്ടവരായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി ഇതെല്ലാം ഒരു ടൈലൻ്റ് കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് സിദ്ദിഖൊക്കെ പറയുന്നൊരു ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. അതായത് ഞങ്ങൾക്കാർക്കും പരാതി തന്നിട്ടില്ല, പരാതി തന്നാൽ നമ്മൾ നിശ്ചിതമായി വളരെ കർശനമായത് അന്വേഷിക്കും, നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഈ AMMയുടെ നേരത്തെയുള്ള സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു, അദ്ദേഹം ആണല്ലോ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഇത് ഈ പറയുന്ന പയ്യൻ ഈ ഇടവേള ബാബുവിനെ വിളിച്ചിട്ട് ഇത്തരമൊരു കാര്യം ഇൻഫോം ചെയ്തു. അവരെ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോഴേക്കും ഇടവേള ബാബുവിൻ്റെ കമൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. കാരണം അയ്യോ അങ്ങനെ നിൻ്റെ നഗ്ന ചിത്രങ്ങളുണ്ടോ, ഇങ്ങോട്ട് എനിക്ക് അയച്ചു തരൂ, നിന്നെ എനിക്കും ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രഞ്ജിത്ത് പറഞ്ഞ മറ്റൊരു വാചകവും കൂടിയുണ്ട് ഇതിനിടയ്ക്ക്. രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റ് ചില നടന്മാരുടെയൊക്കെ പേരുകൾ പറഞ്ഞു. ആ നടന്മാരൊക്കെയാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിട്ട് പല കേസുകളും ഉള്ളത് എന്നാണ് ഇവൻ പറയുന്നത്. ആ നടന്മാർക്കും നിന്നെ ആവശ്യമുണ്ടാകും എന്ന് പറഞ്ഞു എന്നാണ്. ഈ ബൈബിളിലൊരു വാചകം ഉണ്ട്. അതായത് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ പഴുത്ത മരത്തോട് എന്തായിരിക്കും. അതായത് ഒരാണിനോട് ഇവർ ഈ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ മറ്റേ ഒരു പെണ്ണുങ്ങളുടെ കേസിലും ലേഡീസിൻ്റെ കേസിലും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഊഹിക്കണം. ഇനിയെങ്കിലും ഈ കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള നിരവധി ആളുകൾ മനസ്സിലാക്കണം, ഈ സ്ക്രീനിൽ കാണുന്നതോ പുറമെ ഇവർ അഭിനയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ നല്ല അഭിനേതാക്കളായതുകൊണ്ട് ഇവർ അഭിനയിക്കുന്നതാണ്. അല്ലാതെ ഇവരൊക്കെ വലിയ ആർജവമുള്ള ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പൂവിട്ട് പൂജിക്കുന്ന പണി ഇനി മുതൽ ഈ കേരളീയർ നിർത്തണം. ഒന്ന്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വളരെ സന്തോഷത്തോടുകൂടി ഇവരെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലേക്ക് വിളിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ വിളിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തുമൊക്കെയുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ആയിട്ട് വളരെ സമരസപ്പെടാൻ അവർക്ക് കഴിയുന്നത്. CPM സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലിയ തമാശ രഞ്ജിത്ത് പറയുന്നതും മുകേഷ് പറയുന്നതായിട്ടുള്ള ഒരേ ഒരു ഡയലോഗ്, കോമൺ ആയിട്ടുള്ള ഡയലോഗ്, CPM MLA-മാരായതുകൊണ്ടും CPM ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രഞ്ജിത്തിനെയൊക്കെ ആക്രമിക്കുന്നതെന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. CPM ആക്രമിക്കണമെങ്കിൽ CPM നിരവധി MLA-മാരില്ലേ, CPM നിൽക്കുന്ന നിരവധി വേറെ സാംസ്കാരിക നായകന്മാരില്ലേ, അവരെ ഒന്നും ആക്രമിക്കാത്ത എന്താണ് രഞ്ജിത്തെ? അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ടത്. ഒന്ന്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ദുഷിച്ചിരിക്കുന്നതിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഇവരെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇവരെ ആക്രമിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറഞ്ഞ് അവരുടെ അണികളുടെയെങ്കിലും സപ്പോർട്ട് മേടിക്കാനുള്ള ഒരു ശ്രമമാണ് മുകേഷും രഞ്ജിത്തും ഒക്കെ നടക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ചിലപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ അംഗങ്ങളായിരുന്നിരിക്കാം. പക്ഷെ അംഗങ്ങളാണെങ്കിൽ പോലും
അതിനകത്തും മോശപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസന്മാരെ പുറത്താക്കണമെന്നും അവരോട് സ്ഥാനാർത്ഥിയാക്കി നിർത്താം, നിങ്ങൾ വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും അതിനെ ചോദ്യം ചെയ്യാനും സാധാരണ അണികൾ തയ്യാറാകുമ്പോഴാണ് ഏതൊരു ജനാധിപത്യം പുലരുകയും ഏകാധിപത്യം അവസാനിക്കുകയും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. CPM-നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ പിണറായി വിജയനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ നേതാക്കന്മാരെക്കുറിച്ചോ ആരോപിക്കണ്ടേ? അതിനെക്കുറിച്ചൊന്നും ആരോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇവർക്കെതിരെയുള്ള ആരോപണം ഉണ്ടാകുന്നത് ഇതിൻ്റെ പിന്നിൽ ചെറിയ വാസ്തവം ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വ്യക്തമായി പറയുന്നു, ഇനിയെങ്കിലും ഈ സ്ക്രീനിലും അവരുടെ ബുക്കുകളിലൂടെയൊക്കെ വായിച്ച് നമ്മൾ അവരെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഇമേജ് മൊത്തം സത്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറയുന്നത് മുഴുവൻ കള്ളമാണ്. ആ കള്ളങ്ങളുടെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾക്ക് കേൾക്കാം. രാജിവെച്ചുകൊണ്ടുള്ള രഞ്ജിത്തിൻ്റെ വോയിസ് ക്ലിപ്പ് കൂടി കേട്ടോളൂ. നമസ്കാരം, ഞാൻ രഞ്ജിത്താണ്. എനിക്കെതിരെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പം മാറുന്നതല്ല, എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് നുണയായിരുന്നു, അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നും ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം. അത് എൻ്റെ സുഹൃത്തുക്കളുമായും എൻ്റെ വക്കീൽ ഓഫീസുമായും ബന്ധപ്പെട്ട് ഞാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അറിയിക്കാനാണ് ഈ ശബ്ദ സന്ദേശം. മറ്റൊന്ന്, ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരള സർക്കാരിനെതിരെ CPIM എന്ന പാർട്ടിക്കെതിരെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുള്ളവരും അവർക്ക് മുന്നിൽ പോർമുഖത്തെന്ന പോലെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരും സംഘടിതമായി തന്നെ സർക്കാരിനെ ആക്രമിക്കുന്ന പല വിഷയങ്ങളിൽ ഈ ചെളിവാരി എറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നിന്റെ പേര് ഞാനുമായി ബന്ധപ്പെട്ട് എന്റെ പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നത് ഏറെ അപമാനകരമാണ്. കാരണം സത്യം എന്താണെന്ന് അറിയാതെ തന്നെയാണ് വലിയ ശബ്ദത്തിൽ ഇവിടുത്തെ മാധ്യമ ലോകവും മറ്റ് പലരും അല്ലെങ്കിൽ ചിലർ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്നൊരു വ്യക്തി കാരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ പക്ഷത്തുണ്ടാവില്ല. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ നൽകിയിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥാനം അല്ലെങ്കിൽ അതിൽ തുടരുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. നിയമ നടപടികൾ പൂർത്തിയാവുന്ന ഒരു ദിവസം വരും, സത്യം ലോകം അറിയും. അത് അത്ര വിദൂരമല്ല എന്നെനിക്കറിയാം. പക്ഷെ തൽക്കാലം എന്റെ തീരുമാനം അതല്ല. അതിന്റെ വിധി പുറത്തു വരുന്ന നാൾ വരെ കാത്തിരിക്കാനല്ല ഉദ്ദേശം. സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എന്റെ ബോധ്യമാണ് എന്നത്. അതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് എന്നറിയിക്കുന്നു. ഒപ്പം ഇത് സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട
സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാധ്യമ പ്രവർത്തകരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. എന്റെ സ്വകാര്യത, എന്റെ വീടിന്റെ സ്വകാര്യതയാണ്. ആ വീട്ടുമുറ്റത്തേക്കാണ് എന്റെ അനുവാദമില്ലാതെ, എന്നോട് അനുവാദം ചോദിക്കാതെ നിങ്ങളുടെ ഒരു വലിയ സംഘം ഇരച്ചു കയറി ഇന്നലെ വന്നത് ഇന്നും അത് ആവർത്തിക്കാനുള്ള ശ്രമവുമായി വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് ഒരു മാധ്യമ ക്യാമറയെയും അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ അയക്കുന്ന സന്ദേശത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്.